chosen one. ഇത്തവണ ഒരച്ഛൻ്റെയും മോൻ്റെയും കഥയാണ് ബ്രസീലിന് പറയാനുള്ളത്. ലെഫ്റ്റ് വിങ്ങിൽ ഏകദേശം തെക്ക് കിഴക്കായി 4 സെൻറ്റ് സ്ഥലം വിട്ടുകൊടുത്താണ് പരിഗണന. ശരീരം ഇണങ്ങി പണിയെടുക്കാൻ മടിയുള്ള തൻ്റെ മകനിലൂടെ എല്ലാം നടക്കണമെന്ന് പിടിവാശിയുള്ളൊരച്ഛനും. കാരണം അവനാണല്ലോ മികച്ചവൻ. മാൻഡ്രിഡിനെ 2ാം വരവിൽ എങ്ങനെ നശിപ്പിച്ചോ അതുപോലെ തന്നെ ബ്രസീലിനെ നശിപ്പിച്ചു കഴിഞ്ഞുവെന്ന് കാലം തെളിയിച്ചു കഴിഞ്ഞു. വർണ്ണിക്കാനെഴുതുന്ന വാക്കുകൾ പോലെയല്ല യാഥാർത്ഥ്യം. ബ്രസീൽ യുഗം അവസാനിക്കുന്നു എന്നത് മാത്രമാണ് സത്യം. ഇഷ്ടമില്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തെ ടീമിലെടുക്കാൻ പാടില്ലായിരുന്നു. വിനിയോടുള്ള വാത്സല്യത്തിൽ ബ്രസീൽ മാത്രമല്ല തീർന്നു പോകുന്നത്, ഫുട്ബോളിൽ നെയ്മർ എന്ന യുഗം കൂടിയാണ്. നെയ്മർക്ക് മാത്രം ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നൊരു ടീമാണ് ബ്രസീൽ. ദൈവം അയാൾക്ക് മാത്രം കനിഞ്ഞു നൽകിയൊരു വരദാനമാണിത്. നിരന്തരം ന്യായങ്ങൾ നിരത്തി ഇറക്കാതിരിക്കുമ്പോൾ, പരിഗണിക്കാതിരിക്കുമ്പോൾ അയാളും ഞങ്ങളും കരുതിയിരുന്നത് ടീം വിജയിക്കട്ടെ എന്ന് തന്നെയായിരുന്നു. പക്ഷേ ബലി കൊടുക്കും മുന്നേ ആദ്യത്തിലെവനിൽ ഒരിടം കൊടുക്കാൻ എല്ലാം അനുകൂലമായിരുന്നു. എന്നിട്ടും തൻ്റെ മഹിമ കുറയുമെന്ന ചിന്ത കൊണ്ട് 16 ആരംഭിക്കുന്നു. ഒടുവിൽ നോർവേ എന്നൊരു ടീമിനെതിരെ സർവ്വതും എക്സ്പോസ് ആകുന്നുണ്ട്. ബ്രില്യൻസിയല്ല പലപ്പോഴും ഫുട്ബോളിൽ ജയിക്കുന്നത് തീരുമാനങ്ങൾ തന്നെയാണ്. അയാളെ പുറത്തിരുത്തി നേടാമെന്ന് കരുതിയത് തെറ്റല്ല, അഹങ്കാരമാണത്, വെറുപ്പാണത്, തൻ്റെ മുകളിൽ ഒന്നും പാടില്ല എന്ന അഹന്തയും. കണ്ടെത്തിയ ഏറ്റവും മികച്ച ഒന്ന് പാഴ്വസ്തുവാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞു. ചാണക്യതന്ത്രം അപ്പാടെ ശൂന്യമാണ് എന്ന് എക്സ്പോസായി കഴിഞ്ഞു. ഭാഗ്യമായിരുന്നു ഇക്കാലവും ചരിത്രം കുറിക്കാൻ തുണയായത് എന്ന് കാലം തെളിയിച്ചും കഴിഞ്ഞു. മാൻഡ്രിഡിൻ്റെ വിധി ബ്രസീലിനെയും ബാധിച്ചു കഴിഞ്ഞുവെന്ന് ഞാൻ ദർശിച്ചു കഴിഞ്ഞു. ഇതിൻ്റെയെല്ലാം ഒടുക്കത്തിൽ തൻ്റേതല്ലാത്ത കാരണത്താൽ താനില്ലെങ്കിൽ പോലും രാജ്യം വിജയിക്കണമെന്ന് കരുതി നിന്നവൻ പടിയിറങ്ങുകയാണ്. ഇന്നോളം തട്ടിയ പന്തുകൊണ്ട് രാജ്യത്തിൻ്റെ യശസ്സ് ഉയർത്താൻ കഴിയാതെ അപമാനപ്പെട്ടാണ് മടക്കം. അയാളിത് അർഹിക്കുന്നില്ല, അയാളെ ആരാധിക്കുന്നവരും. തോൽവിയുടെ നീറുന്ന നേരവും കളിച്ചുവെന്ന് തോന്നിയ നിമിഷം അയാൾക്ക് ശേഷമാണ്. വാക്പോര് നടത്തിയവനെ നിശ്ചലമാക്കിയ പെനാൾട്ടി. കാലിൽ അനുസരിക്കും വണ്ണം പന്തിനെ വശീകരിച്ച് വെച്ചവൻ പന്തിന് പുറകെ ഓടി നടന്ന് ക്ഷീണിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്.